നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Regarding mitosis, it is usually restricted to diploid cells. In some lower plants and in some social insects, haploid cells are also divided by mitosis. It results in the production of identical genetical complement. Usually, the growth of multicellular organism is due to mitosis. എന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റിൽ പഠിക്കുമ്പോൾ തന്നെ മൈറ്റോസിസും മിയോസിസും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. മൈറ്റോസിസ് എന്ന് വെച്ചാൽ ഇക്വേഷണൽ ഡിവിഷൻ ആണ്, മിയോസിസ് എന്ന് വെച്ചാൽ റിഡക്ഷണൽ ഡിവിഷൻ ആണ്. ദാറ്റ് മീൻസ് ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വെച്ചാൽ എന്താ, there is no change in the number of chromosome. മറ്റേടത്ത് ക്രോമസോം നമ്പർ നേരെ ഹാഫ് ആവും. ഏറ്റവും കോമൺ ആയി നടക്കുന്ന ഡിവിഷൻ ഇസ് മൈറ്റോസിസ് അല്ലെ. എപ്പോഴും ഗ്രോത്ത്, അതേപോലെ റിപ്പയർ, ഇപ്പൊ ഏതെങ്കിലും മുറിഞ്ഞ ഭാഗമൊക്കെ റിപ്പയർ ചെയ്ത് അഗൈൻ ന്യൂ ടിഷ്യൂസ് ഒക്കെ അതൊക്കെ എപ്പോഴും നടക്കുക ഇതിലൂടെയാ, മൈറ്റോസിസിലാണ്. ഇതിലാ മൈറ്റോസിസ്. മിയോസിസ് ഡ്യൂറിങ് ഗാമറ്റോജെനസിസ്, ഫോർമേഷൻ ഓഫ് ഗാമറ്റ്സിന്റെ സമയത്താണ് ഏത് ഡിവിഷൻ നടക്കുക, മിയോസിസ് നടക്കുക. മൈറ്റോസിസിലൂടെ ഒരു സെല്ല് ഡിവൈഡ് ചെയ്താൽ എത്ര സെല്ല് ഫോം ചെയ്യും? പുതിയത് 2 സെൽസ് ആ ഫോം ചെയ്യുക. മിയോസിസ് ആണ് നടക്കുന്നെങ്കിൽ എത്ര എണ്ണം ഫോം ചെയ്യും? 4 എണ്ണം ഫോം ചെയ്യും. ഓക്കെ, പിന്നെന്താ ഡിഫറൻസ്? മൈറ്റോസിസിലൂടെ ഉണ്ടാവുന്ന സെല്ലുകളൊക്കെ ഐഡന്റിക്കൽ ആയിരിക്കും. എന്താ, ഫുൾ കാണാൻ സെയിം ആയിരിക്കും, മോർഫോളജിക്കൽ ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും മൈറ്റോസിസ്. മിയോസിസോ അല്ല, ഒരിക്കലല്ല. കാരണം ക്രോമസോം നമ്പർ തന്നെ നേരെ ഹാഫ് ആവുക ചെയ്യുന്നത്. 46 എന്നുള്ളത് മിയോസിസ് കഴിയുമ്പോൾ 23 ആവും. ഓക്കെ, പിന്നെ മൈറ്റോസിസ് എവിടെയാണ് നടക്കുക? മൈറ്റോസിസ് ഒരു ഡിപ്ലോയിഡ് ആയ ആൾക്കും ഹാപ്ലോയിഡ് ആയ ആൾക്കും രണ്ടുപേർക്കും നടക്കുന്ന ഡിവിഷനാണ് മൈറ്റോസിസ്. പക്ഷെ കോമൺ ആയിട്ട് ഡിപ്ലോയിഡ് ആയ ആൾക്കാർക്കാണ്. ഹാപ്ലോയിഡ് ആയ ആൾക്കാരെന്ന് വെച്ചാൽ ലോവർ ഓർഗാനിസത്തിനൊക്കെ നടക്കുന്ന ഡിവിഷനാണ് ഇത് മൈറ്റോസിസ്. ലോവർ ഓർഗാൻസ്, അതേപോലെ ഹണി ബി ഒക്കെ ഇല്ലേ, ഇതിലൊക്കെ നടക്കുന്ന ഡിവിഷനാണ് മൈറ്റോസിസ്. പക്ഷെ മിയോസിസ് എവിടെ മാത്രമേ നടക്കുള്ളൂ? ഡിപ്ലോയിഡ് ആർക്ക് മാത്രമേ നടക്കുള്ളൂ. ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് നടക്കും, ഇവിടെ ഡിപ്ലോയിഡിന് മാത്രമേ നടക്കൂ. സോ ഇത്രയൊക്കെയാണ് കുറച്ച് ഡിഫറൻസസ് ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. അപ്പൊ നമ്മള് ഇതില് ഏതാണ് ആൻസർ? Regarding it is usually restricted to divide, usually restricted to diploid. പക്ഷെ ഹാപ്ലോയിഡ് ആർക്ക് നടക്കണ്ട, കറക്റ്റ് ആണ്. Some lower plants and some social insects, അല്ലെ, haploid cells also divide by mitosis. It results in the production of identical genetical complement. അല്ലെ, ഐഡന്റിക്കൽ ആയിരിക്കും, ക്രോമസോം നമ്പർ ഒക്കെ സെയിം ആയിരിക്കും. The growth of multicellular growth നടക്കുക due to mitosis ആണ്. So all are correct. B is the answer. Cell repair is connected with mitosis. Production of haploid gametes from diploid cell. Gamete ഉണ്ടാവുക, gametogenesis ഏതാ ഡിവിഷൻ? Meiosis. Number of haploid cells formed after meiosis എത്ര? 4. എത്ര? 4. Prophase 1 is typically longer. That is all about mitosis. നമ്മൾ മൈറ്റോസിസ് പഠിച്ചിനി നമുക്ക് എന്ത് പഠിക്കണം? മിയോസിസിനെ പറ്റി പഠിക്കണം. മിയോസിസ്. അപ്പൊ മിയോസിസ് 2 സ്റ്റേജ് ആയിട്ട് നടക്കുക. മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. മിയോസിസ് 1ഉം മിയോസിസ് 2. ആദ്യം മിയോസിസ് 1 നടക്കും. മിയോസിസ് 1ല് 4 ഫേസ് ഉണ്ട്. ഏതൊക്കെ അറിയാമോ? പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1 and telophase 1. ഓക്കെ, അപ്പം പ്രോഫേസ് 1, മെറ്റ, അന, ടീലോ കഴിഞ്ഞിട്ട് നടക്കുന്ന ഫേസ് ആണ് മിയോസിസ് 2. മിയോസിസ് 2 ആദ്യം, മിയോസിസ് 2ലും 2 എണ്ണം ഉണ്ട്, 4 ഫേസ് ഉണ്ട്. ഏതൊക്കെയാ? പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2,
ടെലോഫേസ് 2. ഈ പ്രോഫേസിന്റെയും മിയോസിസ് 1ന്റെയും 2ന്റെയും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ, അതിനാണ് ഇന്റർകൈനസിസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? അപ്പൊ മിയോസിസ് 1 നടക്കുന്നു, ഇന്റർകൈനസിസ് ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നു, അത് കഴിഞ്ഞിട്ട് മിയോസിസ് 2 നടക്കുന്നു. ഈ മിയോസിസ് 2 is exactly similar to മൈറ്റോസിസ്. മൈറ്റോസിസിലെ പ്രോഫേസ് മെറ്റാ അനാട്ടീലല്ലേ, 4 കറക്റ്റ് സെയിം സാധനമാണ് ഇവിടെ നടക്കുന്നത്, മിയോസിസ് 2ലും നടക്കുന്നത്. ഓക്കെ, സപ്പോസ് ഇതൊരു സെല്ല്. ഓക്കെ, സെല്ല് ഡിപ്ലോയിഡ് സെൽ. ആ സെല്ലിന് ആദ്യം നടക്കുന്ന ഡിവിഷൻ ആണിത് മിയോസിസ് 1. ഓക്കെ, അപ്പൊ മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട് മിയോസിസ് അല്ലേ. അപ്പൊ ഡിപ്ലോയിഡ് സെല്ലിന് മിയോസിസ് 1 നടന്നാൽ ഉണ്ടാവുന്ന 2 സെല്ലുകള് ഹാപ്ലോയിഡ് ആയിരിക്കും. എന്തായിരിക്കും? ഹാപ്ലോയിഡ്. അപ്പൊ മിയോസിസ് 1 കഴിഞ്ഞുള്ള അടുത്ത സ്റ്റേജ് ആണെന്ത്? മിയോസിസ് 2 അല്ലെ. മിയോസിസ് 2 കഴിഞ്ഞാൽ അഗൈൻ 2 സെല്ലുകൾ ഓരോന്നുണ്ടാവും ആൻഡ് ഓരോരുത്തരും ഹാപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, സോ 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ മിയോസിസ് എന്ന് വിളിക്കുക. മിയോസിസ് 1ന്റെ പ്രത്യേകത എന്താ? 2n n ആവുന്നു, റിഡക്ഷണൽ ഡിവിഷൻ അല്ലെ, പകുതി. എന്നാൽ മിയോസിസ് 2 എന്ന് നോക്കിയാൽ നിങ്ങള് n തന്നെയാണ് ആവുന്നത്. ദാറ്റ് ഈസ് ഇക്വേഷണൽ ഡിവിഷൻ. ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വെച്ചാൽ മൈറ്റോസിസ് അല്ലേ. അപ്പൊ മിയോസിസ് 2നെ മൈറ്റോസിസുമായിട്ട് സിമിലർ ആണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. മിയോസിസ് 2ഉം ഒരു ഇക്വേഷണൽ ഡിവിഷൻ ആണെന്ന് നമുക്ക് വിളിക്കാം, കാരണം n തന്നെയാണ് ആവുന്നത്. പക്ഷെ രണ്ടും കൂടെ ഫുള്ളി മിയോസിസ് കംപ്ലീറ്റ്ലി നോക്കുകയാണെങ്കിൽ മിയോസിസ് കഴിയുമ്പോഴേക്ക് 2n 4n ആയിട്ട് മാറും. ഓക്കെ, സോ മിയോസിസ് 2 is also known as മൈറ്റോസിസ് എന്നൊക്കെ പറഞ്ഞാൽ ഇക്വേഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഇല്ല. ഓക്കെ, let's start with prophase 2 അഥവാ prophase 2 അല്ല, prophase 1. prophase 1ല് അപ്പം ആലോചിക്കേണ്ടത് എപ്പോഴും പ്രോഫേസ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ സെയിമാ കേട്ടോ. പ്രോഫേസിലുള്ള മെയിൻ പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? ക്രോമസോം കണ്ടൻസേഷൻ, നമ്മുടെ സെൻട്രോസോം മൂവ്സ് ഇൻ ടു ഓപ്പോസിറ്റ് പോൾ അല്ലെ, സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച്ഡ് ടു സെൻട്രോമിയർ അല്ലെ, പിന്നെന്തായിരുന്നു? ന്യൂക്ലിയർ മെംബ്രെയിനും ഇന്റർപ്ലാസ്മിക് എല്ലാവരും എന്താവുന്നു? ഡിസപ്പിയർ. ഇത്രയും കാര്യങ്ങളാണ് പ്രോഫേസിൽ നടക്കുക. ഇതും ഈ ഒരു പ്രോഫേസ് 1 ആയാലും പ്രോഫേസ് 2 ആയാലും എല്ലാത്തിലും പ്രോഫേസിൽ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്സ് സെയിം ആണ്. ഡിഫറൻസ് എന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ പ്രോഫേസ് 1 ആണ് മിയോസിസിലുള്ള പ്രോഫേസ് 1. ആദ്യത്തെ ഫേസ് ഏതാ? ലെപ്റ്റോട്ടി. അപ്പം അതിനു മുന്നേ നിങ്ങൾക്കറിയാം G1 ഫേസ്, S ഫേസ്, G2 ഫേസ്. G2 കഴിഞ്ഞിട്ടാണ് ഒരു സെല്ല് എങ്ങോട്ടേക്ക് കടക്കുന്നത്, അല്ലെങ്കിൽ ഇന്റർഫേസ് കഴിഞ്ഞിട്ടാണ് ഒരു സെല്ല് എങ്ങോട്ടേക്ക് കിടക്കുന്നത്? പ്രോഫേസ് 1ലോട്ടേക്ക് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർഫേസിലുള്ള സെല്ലിന്റെ പിക്ചർ നമ്മൾ നേരത്തെ ഒക്കെ വരച്ചില്ലേ? എങ്ങനെയായിരുന്നു? നല്ലൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, അതിനുള്ളില് 4 ക്രോമസോമിന് കണക്കായിട്ടുള്ള ക്രോമാറ്റിൻ ഫൈബേഴ്സ് ഉണ്ട്, സെൻട്രോസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്റർഫേസിന്റെ അവസ്ഥ. ഇനി ഈ ഇന്റർഫേസിലുള്ള ഇയാളാണ് എങ്ങോട്ടേക്ക് കിടക്കുന്നത്? മിയോസിസിലോട്ടേക്ക് കിടക്കുന്നത്. മിയോസിസിൽ ഒന്നാമത്തെ ഫേസ് പ്രോഫേസ് 1 ആണ്. പ്രോഫേസ് 1ലുള്ള ഒന്നാമത്തെ ആളേതാ? ലെപ്റ്റോട്ടിൻ. അപ്പം ലെപ്റ്റോട്ടിൻ ആകുമ്പം ആലോചിക്കണം, പ്രോഫേസ് 1 കഴിയുമ്പോഴേക്ക് നമ്മൾ ഇത്രയും കാലം പഠിച്ച പ്രോഫേസിലെ ഫീച്ചേഴ്സ് കഴിയുള്ളൂ. പ്രോഫേസിലുള്ള ഫീച്ചേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ലെപ്റ്റോട്ടിനില്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു? ക്രോമസോം കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. ഇവിടെയും ക്രോമസോം കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് മുകളിൽ തൊട്ട് എഴുതാം. സെൻട്രിയോൾ ഓപ്പോസിറ്റ് പോളിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഇയാള് ഓപ്പോസിറ്റ് പോളിലോട്ടേക്ക് മൂവ് ചെയ്യുന്നത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ലെപ്റ്റോട്ടീൻ ആണ്. അപ്പം പ്രോഫേസ് കംപ്ലീറ്റ് ആവുന്നില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ മൂവ്മെന്റ് ഇവിടുന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങി. മൊത്തം പോവോ? പെട്ടെന്ന് തന്നെ ഇല്ല, കാരണം ലെപ്റ്റോട്ടീൻ ആയിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ, പൊട്ടാൻ തുടങ്ങി.
ക്രോമസോം കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. ഈ 4 ക്രോമസോമാണ് ഞാൻ വരച്ച് കണ്ടൻസേഷൻ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. കംപ്ലീറ്റ് ആവും എപ്പോഴാ? ലാസ്റ്റ് ആവുമ്പോ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്രോമസോം തിൻ ത്രെഡ് ആയിട്ട് കാണപ്പെടും. തിൻ ത്രെഡ് ആയിട്ട് ലൈറ്റ് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ക്രോമസോമിനെ കാണാൻ പറ്റുന്ന സ്റ്റേജ് ആണ് ലെപ്റ്റോട്ടി. ലെപ്റ്റോട്ടി എന്നത് തിൻ ത്രെഡ് എന്നാണ് മീനിങ്. തിൻ ത്രെഡ്. അപ്പൊ തിൻ ത്രെഡ് ആയിട്ട് ഫൈബേഴ്സ് കാണും. ഈ ഫൈബേഴ്സ് ഒക്കെ മെംബ്രെയിനുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ദിസ് ഫേസ് ഇസ് ലെപ്റ്റോട്ടി. സോ ക്രോമസോം ഏത് ഫോമില? തിൻ ത്രെഡ് ആയിട്ട് കാണുന്ന ഫേസ്. ലെപ്റ്റോട്ടി കഴിഞ്ഞ നെക്സ്റ്റ് ഫേസ് ആണ് സൈഗോട്ടി. അഗൈൻ മൊത്തം ന്യൂക്ലിയർ മെമ്പറൈൻ പൊട്ടിക്കാൻ പറ്റില്ല, ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്രോമസോം കണ്ടൻസേഷൻ കുറച്ചും കൂടെ കംപ്ലീറ്റ് ആയി വരികയാണ്. ക്രോമസോം കണ്ടൻസ് ചെയ്ത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം നോക്കിയേ, ഈ ക്രോമസോമില് 2 പെയർ ഓഫ് DNA ഉണ്ട്. ഐ മീൻ DNA റെപ്ലിക്കേറ്റഡ് ആണ്. ഇതിലൊക്കെ 2 ഡബിൾ DNA ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കണം കേട്ടോ. ആ ഹെസ്റ്റ് ഫേസ് കഴിഞ്ഞിട്ടുള്ള ഇന്റർഫേസിലുള്ള ഇതിലെല്ലാത്തിലും എന്തുണ്ട്? ഡബിൾ DNA ഉണ്ട്. അത് മറന്നു വരുത് കേട്ടോ. സോ ഇവിടെ 4 ക്രോമസോം കണ്ടൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ കണ്ടൻസേഷൻ ഏകദേശം ഫുള്ളായി. ഇനി എന്ത് നടക്കും? ഇയാൾ ഏകദേശം ഇവിടെ എത്തി വെച്ചോ, അവിടെ എത്തിക്കോട്ടെ. സെൻട്രൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അപ്പുറത്തോട്ട്. ഇനിയാണ് നോക്കേണ്ടത് അടുത്ത് നടക്കുന്നത് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. ഈ 4 എണ്ണത്തില് ഒരേ സ്വഭാവം കാണും. ഇപ്പം നമ്മുടെ ബോഡിയിൽ 56 ക്രോമസോം അല്ലേ ഉള്ള, 23 എണ്ണം നമ്മുടെ ഫാദറിനും 23 എണ്ണം നമ്മുടെ മദറിനും. ഓക്കെ, അപ്പൊ ഈ 23ഉം 23ഉം പെയർ ആയിട്ടാണ് നിൽക്കുക. ഓക്കെ, ഇപ്പൊ എന്റെ കുറച്ച് ഫീച്ചേഴ്സ് ലൈക്ക് എന്റെ ഹൈറ്റ്, എന്റെ സ്കിൻ കളർ, എന്റെ പിന്നെന്താടോ എന്റെ ബോഡി ഷേപ്പ്, എന്റെ ഹെയർ കളർ, ഇതൊക്കെ എന്റെ 1ാമത്തെ ക്രോമസോമിലാണ് ഉള്ളതെന്ന് വെച്ചോ. ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ 1ാമത്തെ ക്രോമസോമില്. അപ്പം 1ാമത്തെ ഇപ്പം എന്റെ അച്ഛന്റെ 1ാമത്തെ ക്രോമസോമിലാണ് ഇത്രയും 4 ഫീച്ചേഴ്സ് ഉള്ളത്. എന്റെ അമ്മയുടെയും 1ാമത്തെ ക്രോമസോമിലാണ് ഇത്രയും 4 ഫീച്ചേഴ്സ് ഉള്ളത്. ഇനി എന്റെ അച്ഛന്റെ 2ാമത്തെ ക്രോമസോം ഇസ് അബൌട്ട് എന്റെ സ്വഭാവം, എനിക്ക് ഉള്ള കഴിവുകൾ, ഇപ്പം പാടാനുള്ള കഴിവ്, ഡാൻസ് ചെയ്യാനുള്ള, ചിത്രം വരയ്ക്കാനുള്ള കഴിവ് തുടങ്ങിയൊക്കെയാണ് എന്റെ അച്ഛന്റെ 2ാമത്തെ ക്രോമസോമിലുള്ളത്. എന്റെ അമ്മയുടെ 2ാമത്തെ ക്രോമസോമിലും ഇതൊക്കെ തന്നെയാണുള്ളത്. മനസ്സിലായോ? അപ്പം ഈ ഒരേ സ്വഭാവമുള്ള ഈ ക്രോമസോംസ് ഇല്ലേ, ഇതിനെയാണ് എന്ത് വിളിക്കുക നമ്മൾ? ഹോമോലോഗസ് ക്രോമസോം. അപ്പൊ അമ്മയുടെ 1ാമത്തെയും അച്ഛന്റെ 1ാമത്തെയാണ് അവരുടെ ഹോമോലോഗസ് ക്രോമസോം. അച്ഛന്റെ 2ാമത്തെയും അമ്മയുടെ 2ാമത്തെയും ഹോമോലോഗസ് ക്രോമസോം ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഹോമോലോഗസ് ക്രോമസോം എന്ന് വെച്ചാൽ 2ലും എക്സാക്ട് സിമിലർ സ്വഭാവങ്ങളായിരിക്കും ഉണ്ടാവുന്ന അർത്ഥം. അപ്പം ഇതിലിപ്പോ 4 ക്രോമസോം വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങി. ഇതിൽ 2 പേര് ഹോമോലോഗസ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഹോമോലോഗസ് ആയ ആൾക്കാരുകൾ തമ്മിൽ പെയർ ചെയ്യും. ദാറ്റ് ഈസ് പെയറിംഗ് ഓഫ് ഫേസ്. എന്താ വിളിക്കുക? സൈഗോട്ടി. ഇവർ 2 പേരും എക്സാക്ട്ലി ഒരേ ക്യാരക്ടേഴ്സ് വെച്ചുള്ള ക്രോമസോംസ് ആണ്. ഇതും അതുപോലെ. എന്താ വിളിക്കുക? പെയറിംഗ്. ആ പെയറിംഗിനെ വിളിക്കുന്ന പേരാണ് സിനാപ്സിസ്. എന്താ വിളിക്കുക? സിനാപ്സിസ്. പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോമിന് വിളിക്കുന്ന പേരാണ് സിനാപ്സിസ്. ആ സിനാപ്സിസ് ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് കോംപ്ലക്സ് ഫോം ചെയ്യും. എന്നാലേ ഇവരെങ്ങനെ പെയർ ചെയ്ത് വെക്കാൻ പറ്റുമല്ലേ. അതിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. സോ ഫോർമേഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. ഇനി എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ക്രോമസോമിന്റെ ഉള്ളിലും ഡബിൾ DNA ഉണ്ടെന്നല്ലേ. ഇനി എന്ത് നടക്കുന്ന വെച്ചാല് ഈ ക്രോമസോമിന്റെ ഇവിടെ ഒരു സ്പ്ലിറ്റിംഗ് നടക്കും. എന്ത് നടക്കും? സ്പ്ലിറ്റിംഗ്. സപ്പോസ് ഇങ്ങനെയാണ്
ഉണ്ടായിരുന്നത്. ഓക്കെ, ഇത് മാത്രമാണ്. സ്പ്ലിറ്റിംഗ് നടന്നാലോ അങ്ങനെയല്ലേ ഉണ്ടാവുക. ഓക്കെ, സോ ഇതിനെയാണ് നമ്മള് ഓക്കെ ആ ഒരു സ്പ്ലിറ്റിംഗ് നടക്കും. അപ്പം ഇവിടെ അപ്പൊ 4 ക്രോമസോം ഇങ്ങനെ ഉണ്ടാവാം. ഇതിനെയാണ് ബൈവാലന്റ് ക്രോമസോം അല്ലെങ്കിൽ ടെട്രാഡ് ഫോർമേഷൻ എന്ന് പറയും. ബൈവാലന്റ് ക്രോമസോം അല്ലെങ്കിൽ ടെട്രാഡ്. ഓക്കെ, ബൈവാലന്റ് ക്രോമസോം അല്ലെങ്കിൽ ടെട്രാഡ്. അപ്പൊ ടെട്രാഡ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഫേസ് ആണ് ഇത്, സൈഗോട്ടിക് ഫേസ്. ടെട്രാഡ് കംപ്ലീറ്റ് ആവുക എപ്പോഴാ? നമ്മുടെ അടുത്ത ഫേസ്, ദാറ്റ് ഇസ് പാക്കറ്റിംഗ്. അപ്പൊ ടെട്രാഡ് എന്ന് വെച്ചാൽ ആ സ്പ്ലിറ്റിംഗ് ജസ്റ്റ് തുടങ്ങിയ ഫേസ് ആണ് ഇത്, നമ്മുടെ സൈഗോട്ടിൻ. അത് കംപ്ലീറ്റ് ആയി വിസിബിൾ ആവുക അടുത്ത ഫേസ് ആണ്, ദാറ്റ് ഇസ് പാക്കറ്റിംഗ് ഫേസ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? സൈഗോട്ടിനില് പെയറിങ്, സിനാപ്സിസ്, അതിന് സിനാറ്റോണിയൽ കോംപ്ലക്സ് ഉണ്ടാകുന്നുണ്ട്, ഫോർമേഷൻ ഓഫ് ബൈവാലന്റ് ക്രോമസോം അല്ലെങ്കിൽ ടെട്രാഡ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ടെട്രാഡ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിപ്പം ഈ സാധനമാണ് ഇങ്ങനെയുള്ളത്, ടെട്രാഡ് ഫോമിലുള്ളത്. ഇവരെ രണ്ടുപേരെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. ഇവര് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ് ഇവരൊക്കെ. എന്നാൽ ഇതിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. എന്നുവെച്ചാൽ ഒരേ ക്രോമസോമിന്റെ 2 ആൾക്കാരെയാണ് എന്ത് വിളിക്കുക? സിസ്റ്റർ. ഇത് 2 സിസ്റ്റർ. ഇതും എന്തുവാ? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. എന്താ? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. അപ്പം സൈഗോട്ടിൻ കഴിഞ്ഞു, അടുത്തേതാ പാക്കറ്റിംഗ്. പാക്കറ്റിംഗില് അപ്പം ടെട്രാഡ് ഫോർമേഷൻ ക്ലിയർലി വിസിബിൾ ആയി. പാക്കറ്റിംഗ് ടെട്രാഡ് ഫോർമേഷൻ നല്ല അടിപൊളിയായി കാണാൻ പറ്റുന്നുണ്ട്, നന്നായി വിസിബിൾ ആവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ഉള്ളത്. ഇങ്ങനെയുള്ളത്. അങ്ങനത്തെ 2 കൂടെ ഉണ്ടാവും കേട്ടോ. ഇനി എന്ത് സംഭവിക്കും? ക്രോസിംഗ് ഓവർ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. എന്തുവാ? ക്രോസിംഗ് ഓവർ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ. അപ്പൊ ഇത് രണ്ടുമാണ് ഹോമോലോഗസ് ക്രോമസോം, ഇത് 2 ഹോമോലോഗസ് ക്രോമസോം. ഹോമോലോഗസ് ക്രോമസോം വെച്ചാൽ ഒരേ ക്യാരക്ടേഴ്സ് ഉള്ള ക്രോമസോം. ക്രോസിംഗ് ഓവർ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമ. അപ്പൊ ഇത് 2 നോൺ സിസ്റ്റർ അല്ലേ? 2 നോൺ സിസ്റ്റർ തമ്മിൽ ക്രോസിംഗ് ഓവർ എന്ന് വെച്ചാൽ അവര് രണ്ടുപേരും അവരുടെ ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. That faces crossing over. ഇവിടെ എന്താ നടക്കുക? ക്രോസിംഗ് ഓവർ. രണ്ടുപേരും തമ്മിൽ ക്രോസിംഗ് ഓവർ. അപ്പൊ ഇതാണ് 2 നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എങ്കിൽ പുറത്തുണ്ട് തമ്മിൽ എന്താവും? ജനറ്റിക് മെറ്റീരിയൽ. അപ്പൊ ഇത് 2 നോൺ സിസ്റ്റർ അല്ലേ? 2 നോൺ സിസ്റ്റർ ആണ്, ഇത് 2 നോൺ സിസ്റ്റർ ആണ്. ഇത് 2 സിസ്റ്റർ ആണ്, ഇത് 2 സിസ്റ്റർ ആണ്. നോൺ സിസ്റ്റർ തമ്മിൽ ജനറ്റിക് മെറ്റീരിയൽ കൈമാറുന്നു. ആ ഫേസിനെ വിളിക്കുന്ന പേരാണെന്ത്? പാക്കറ്റിംഗ്. ക്രോസിംഗ് ഓവർ നടന്നാലേ റീകോമ്പിനേഷൻ നടക്കുള്ളൂ. റീകോമ്പിനേഷൻ നടന്നാലേ പുതിയ ജനിതക മാറ്റങ്ങൾ കുട്ടിയിൽ ഉണ്ടാവുള്ളൂ അല്ലെ? അമ്മയുടെ അച്ഛന്റെ കോമ്പിനേഷൻ ആണ് കുട്ടി അല്ലെ? സോ റീകോമ്പിനേഷൻ നടക്കുന്നു. ഇതിനൊരു എൻസൈം സഹായിക്കുന്നുണ്ട്. That enzyme is recombinase enzyme. Which enzyme? Recombinase enzyme. So പാക്കറ്റിൽ ക്രോസിംഗ് ഓവർ നടന്നു, റീകോമ്പിനേഷൻ നടന്നു, ജനറ്റിക് മെറ്റീരിയൽ കൈമാറി. അടുത്ത ഫേസ് ഏതാ? പാക്കറ്റിംഗ് കഴിഞ്ഞാൽ ഡിപ്ലോട്ടിൻ. ഏതാ? ഡിപ്ലോട്ടിൻ. ഡിപ്ലോട്ടിനിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ എനിക്ക് വരയ്ക്കാൻ സമയമില്ല. സോ ഇങ്ങനെയല്ലേ ഇപ്പൊ ഉള്ളത്. അപ്പം രണ്ടുപേരും ക്രോസിംഗ് ഓവർ ആയിരുന്നു. ഇവിടെ നിങ്ങളൊരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ കണ്ട രണ്ടാമത്തെ. ഈ എക്സ് ഷേപ്ഡ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കയാസ്മേറ്റ. എന്താ വിളിക്കുക? കയാസ്മേറ്റ. അടുത്ത ഫേസ് ഡിപ്ലോട്ടിൻ അല്ലേ? അപ്പൊ ഡിപ്ലോട്ടിനിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? കയാസ്മേറ്റ. ഫോർമേഷൻ ഓഫ് കയാസ്മേറ്റ. ഓക്കെ. ഇനി
ഈ ഹോമോലോഗസ് ക്രോമസോം തമ്മിലുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു കോംപ്ലക്സിനെ എന്താ വിളിക്കുക? സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് അല്ലേ? ഇനി എന്ത് സംഭവിക്കും? സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് അങ്ങ് പൊട്ടും. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് പൊട്ടും. ബ്രേക്കേജ്. സോ ബ്രേക്കേജ് ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. അപ്പൊ ഇങ്ങനെയായിരുന്നു രണ്ട് ക്രോമസോം ഉള്ള. ഓക്കെ, ഇവര് അപ്പൊ ഇനി എന്താവും? ഇവര് തമ്മിലുള്ള ഈ ഒരു ബന്ധമില്ലേ, അതാണ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് അല്ലെ, അതങ്ങ് പൊട്ടും. അപ്പം ഇവിടുന്ന് അങ്ങ് പൊട്ടിയിട്ട് നമ്മുടെ ക്രോമാറ്റിഡ്സ് എന്താവും മക്കളെ? സെപ്പറേറ്റഡ് ആവും. ഓക്കെ ഓക്കെ. അപ്പം അടുത്ത സ്റ്റേജിലാണ് ഇവരെന്താന്ന് രണ്ടുപേരും സെപ്പറേറ്റഡ് ആണ്. അതിനാണ് നമ്മൾ ടെർമിനലൈസേഷൻ വിളിക്കുക. എന്താ വിളിക്കുക? ടെർമിനലൈസേഷൻ. അപ്പൊ ടെർമിനലൈസേഷൻ നടക്കുന്ന സ്റ്റേജ് ഏതാ? അപ്പൊ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ഏതായിരുന്നു? ഡിപ്ലോട്ടിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജ് ഡയാകൈനസിസ്. അപ്പോഴാണ് ടെർമിനലൈസേഷൻ. ഒന്നുമില്ല, രണ്ടുപേരും ഇങ്ങനെ പൊട്ടിയിട്ട് രണ്ട് സൈഡിലോട്ടേക്ക് പോകും. ദാറ്റ് ഈസ് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ്. അല്ലെ, ക്രോമസോമിന്റെ ടെർമിനലൈസേഷൻ, രണ്ടും ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ ഡയാകൈനസിസ് പ്രോഫേസിന്റെ ഏറ്റവും ലാസ്റ്റ്. അപ്പൊ പ്രോഫേസിലുള്ള എല്ലാ പ്രോഫേസ് എന്ന് വെച്ചാൽ കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം. ഓക്കെ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ മൊത്തത്തിലേ പൊട്ടി കഴിഞ്ഞു ഡയാകൈനസിസ് ആകുമ്പോഴേക്ക്. പിന്നെ നമ്മുടെ ഇയാളില്ലായിരുന്നോ, സെൻട്രിയോള് മൂവ് ചെയ്ത് ഓപ്പോസിറ്റ് പോളിലെത്തി. ഓക്കെ, പിന്നെന്തായിരുന്നു പ്രോഫേസിൽ നടന്ന? സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യാൻ തുടങ്ങി. സ്പിൻഡിൽ ഫൈബേഴ്സ് ഏതുമായിട്ട് അറ്റാച്ച് ചെയ്തു? സെൻട്രോമിയറുമായിട്ട് അറ്റാച്ച് ചെയ്തു. അപ്പം പാക്കറ്റിൻ നിങ്ങൾ കഴിഞ്ഞു. ഡിപ്ലോട്ടിയിൽ എന്തായാലും സംഭവം രണ്ടുപേരും സെപ്പറേറ്റഡ് ആയില്ലേ? അപ്പൊ ഈ ഡയാകൈനസിസ് എത്തുമ്പോഴേക്ക് നമ്മുടെ അവസ്ഥ എന്താ? ഇങ്ങനെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ മൊത്തത്തിലെ പൊട്ടിയിട്ടുണ്ടാവും. ഓക്കെ, രണ്ടറ്റത്തുണ്ടാവും ആര്? സെൻട്രോള്. ഇവരെന്തുണ്ടാക്കിയിട്ടുണ്ടാവും? സ്പിൻഡിൽ ഫൈബർ ഉണ്ടായിട്ടുണ്ടാവും. സ്പിൻഡിൽ ഫൈബർ ആരായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും? ക്രോമസോമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. നോക്കിയേ, ഇനി ഇവിടെ എത്തുമ്പോഴേക്ക് നമ്മുടെ ടെട്രാഡൊക്കെ ഇല്ലേനോ? ടെട്രാഡ് എന്ന് വെച്ചാൽ എന്തേനു? ഈ സാധനം സ്പ്ലിറ്റ് ചെയ്തിട്ടല്ലേനോ? അല്ലെ, ഇതങ്ങ് എന്തായിക്കോളും മക്കളെ? ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പം സോ ഡയാകൈനസിസ് എത്തുമ്പോഴേക്ക് പിന്നെ ഏകദേശം പ്രോഫേസ് കഴിഞ്ഞു. ടെട്രാഡൊക്കെ ജോയിൻ ചെയ്ത് പഴയ പോലെ ഒരു സിംഗിൾ ക്രോമസോം ആയി. സോ ഈ ഫേസ് ആണ് ഡയാകൈനസിസ്. അപ്പൊ ഓരോന്നിന്റെ കീ ഫീച്ചേഴ്സ് മറന്നു പോകരുത്. ലെപ്റ്റോട്ടീൻ എന്ന് വെച്ചാൽ തിൻ ത്രെഡ് ആവുക. സൈഗോട്ടീൻ എന്ന് വെച്ചാൽ എന്തൊക്കെയായിരുന്നു? സൈഗോട്ടീൻ മറ്റേ സാധനം എന്തായിരുന്നു? സിനാപ്സിസ്, ഫോർമേഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. ദെൻ ടെട്രാഡ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് ബൈവാലന്റ് ക്രോമസോം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ക്ലിയർലി വിസിബിൾ ആണ് നെക്സ്റ്റ് സ്റ്റേജിലാണ്, ദാറ്റ് ഇസ് പാക്കറ്റിംഗ് ഫേസ്. അവിടെയാണ് ക്രോസിംഗ് ഓവർ നടക്കുക. ക്രോസിംഗ് ഓവറിന് നടന്നാലേ റീകോമ്പിനേഷൻ നടക്കുള്ളൂ. സഹായിക്കുന്ന എൻസൈമാണ് റീകോമ്പിനേസ് എൻസൈം. അവിടെ ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചർ ആണ് റീകോമ്പിനേഷൻ നൊഡ്യൂൾ. ഇത്രയും കാര്യങ്ങളായിരുന്നു പാക്കറ്റിംഗ്. പാക്കറ്റിംഗ് കഴിഞ്ഞു. അടുത്തത് ഏതാ? നമ്മുടെ ഡിപ്ലോട്ടിംഗ് അല്ല, ഡിപ്ലോട്ടിംഗ് വരുമ്പോ ക്രോസിംഗ് ഓവർ ആ ഒരു എക്സ് ഷേപ്പ് സ്ട്രക്ചറിനെ എന്ത് വിളിക്കുക? കയാസ്മേറ്റ. അപ്പം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്ന കയാസ്മേറ്റ. ഓക്കെ, കയാസ്മേറ്റ ഫോം ചെയ്തു. ഇനി സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് പൊട്ടുന്നു. ഇവര് സെപ്പറേറ്റഡ് ആകുന്നത് എവിടെയാ? അടുത്ത ഡിപ്ലോട്ടിംഗ്. ഓക്കെ, സെപ്പറേറ്റഡ് ആയി. അതിനെന്ത് വിളിക്കുക? ടെർമിനലൈസേഷൻ. അപ്പൊ ടെട്രാഡായ സാധനം പഴയതുപോലെ കണ്ട ഇങ്ങനെ ഓരോന്നിലും ഡബിൾ DNA ഉണ്ടെന്ന കാര്യം മറന്നു പോരുത്. ഓരോന്നിലും ഡബിൾ DNA ഉണ്ട്. സോ ദിസ് ഇസ് prophase 1. 30th question. Prophase 1 is typically longer and more complex when compared to prophase of mitosis. It has been further subdivided into dash phases. എത്രയായിരുന്നു? 5 phases അല്ലേ? Based on chromosomal behavior. 5 എണ്ണം. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ,
Diplotin and diakinesis. So E is the answer. Thin threaded stage refers to. Thin threaded. ഏതായിരുന്നു? Leptotin. Synthesis can be conducted. Synthesis എന്ന് വെച്ചാൽ synapses എന്ന് വിളിക്കുന്ന വേറെ പേരാ. Synapses എവിടെയായിരുന്നു? Second one, zygote. Tetrad formation is connected. Tetrad formation എവിടെയാ മക്കളെ? Zygote ഇല്ല അല്ലേ? പക്ഷെ ക്ലിയർലി വിസിബിൾ ആണ് പാക്കറ്റിൽ. തുടങ്ങുന്നത് zygote. Bivalent formation takes place in. Tetrad തന്നെയാണ് bivalent. എവിടെയാ? Zygote. 35. Bivalent chromosome clearly appears as tetrad. എപ്പോഴാ tetrad ആയി കാണുന്നത്? പാക്കറ്റിൽ. Appearance of recombination nodule. റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ട്രക്ചർ ആണ് റീകോമ്പിനേഷൻ നൊഡ്യൂൾ അല്ലെ? റീകോമ്പിനേഷൻ നൊഡ്യൂള് എപ്പോഴാ? റീകോമ്പിനേഷന്റെ സമയത്ത്. അതെപ്പോഴാ? പാക്കറ്റിംഗ് സ്റ്റേജ്. സോ 36 ആൻസർ ഇസ് പാക്കറ്റിംഗ്. ഓക്കെ. അടുത്ത ക്രോസിംഗ് ഓവർ നോർമലി ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ. ക്രോസിംഗ് ഓവർ റീകോമ്പിനേഷൻ അല്ലേ? ക്രോസിംഗ് ഓവർ ആരൊക്കെ തമ്മിലാ? ഞാൻ പറഞ്ഞു നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. So answer is 2 homologous chromosome. 2 homologous chromosome. E is the answer. The enzyme recombinase specifically acts in recombination packaging അല്ലേ? എവിടെയാ? Packaging. Recombination between homologous chromosomes is completed by the end of. എപ്പോഴാണോ റീകോമ്പിനേഷൻ കഴിയുന്നത്? പാക്കറ്റിംഗില്. See, the beginning of dash is recognized by the dissolution of synaptonymal complex and the tendency of recombined homologous chromosome of the bivalent to separate from each except at the site of crossover. Okay? അപ്പോൾ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് പൊട്ടുന്ന എവിടുന്നേനും? ഡിപ്ലോട്ടീൻ അല്ലേ? അല്ലേടോ? ഡിപ്ലോട്ടീൻ. സോ 40 ആൻസർ ഇസ് ഡി. സോ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഇവിടെ ഇങ്ങനെ പൊട്ടുന്നു. നമ്മുടെ ക്രോമസോം എന്താവുന്നു? സെപ്പറേറ്റ്. ഇങ്ങനെയാണുള്ളത്. ഇവിടുന്ന് പൊട്ടിയിട്ട് ഇത് ഇങ്ങനെ സെപ്പറേറ്റഡ് ആവുന്നു. അപ്പം ആദ്യം ഇവരെ എങ്ങനെ സെപ്പറേറ്റഡ് ആവാം? ഏറ്റവും ലാസ്റ്റ് എവിടെ സെപ്പറേറ്റ് ആവുള്ളൂ? കയാസ്മേറ്റ സെപ്പറേറ്റ് ആകത്തുള്ളൂ. സോ കയാസ്മേറ്റ അങ്ങനെ സെപ്പറേറ്റ് ആകുന്നതിന് എന്താ വിളിക്കുക? ടെർമിനലൈസേഷൻ എന്ന് വിളിക്കുക. അത് എവിടെയാണ് നടക്കുന്നത്? ടെർമിനലൈസേഷൻ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ്. വിച്ച് ഇസ് ദാറ്റ് സ്റ്റേജ്? ഏതാണോ? ഡയാഗൈനസിസ് അല്ലേ? കയാസ്മേറ്റ can be seen in എവിടെയാ? ഡിപ്ലോട്ടീൻ. The final stage of meiotic prophase 1 is diakinesis. Regarding diakinesis, terminalization of chiasmata correct ആണ്. Chromosomes are fully condensed. അപ്പോൾ prophase ലാസ്റ്റ് അപ്പോൾ condensation fully completed ആയി. Meiotic spindle is assembled to prepare the homologous chromosome for separation. Meiotic symbol is At the end of diakinesis, nucleolus disappear. Nuclear envelope breakdown. എല്ലാം പോയി. They represent transition to metaphase. I think all are correct. 43A is the answer. Yeah. Meaning 44. The bivalent chromosome align on the equatorial plate. Bivalent chromosome equatorial plate align ചെയ്യുന്ന എപ്പോഴാ? മെറ്റാഫേസ് 1 എപ്പോഴാ? മെറ്റാഫേസ് അല്ലെ? ഇക്വറ്റോറിയൽ പ്ലേറ്റ് അലൈൻ ചെയ്ത് ചോദിച്ചാൽ പറയണം മെറ്റാഫേസ്. Sister chromatids remain associated at their centromere while homologous chromosomes separated. Sister chromatids remain associated at their centromere while homologous chromosome separating. അത് നമുക്ക് കുറച്ച് സാധനം പറയാം. നമ്മുടെ പ്രോഫേസ് 1 കഴിഞ്ഞല്ലേ? പ്രോഫേസ് 1 കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ എന്തൊക്കെ കിട്ടിയ? 4 ക്രോമസോം ഉണ്ട്. ചിന്തിക്കുക, 4 ക്രോമസോം ഉണ്ട്.
എല്ലാത്തിലും റീകോമ്പിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, റീകോമ്പിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. 4 ക്രോമസോം ഉണ്ട്. ആ 4 ക്രോമസോം സ്പിൻഡിൽ ഫൈബേഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നിൽക്കുകയാണ്. അടുത്ത എന്താ? മെറ്റാഫേസ് 1 ആണ്. മെറ്റാഫേസ് 1 ആവുമ്പോൾ നിങ്ങൾക്കറിയാം, മെറ്റാഫേസ് 1-ല് എന്താ സംഭവിക്കുക? ക്രോമസോംസ് ഇക്വേറ്ററിൽ അലൈൻ ചെയ്യും. ക്രോമസോംസ് അലൈൻ ദാറ്റ് ഇക്വേറ്റർ. അപ്പം ഇത് നമ്മുടെ സെന്ററുകൾ അല്ല, സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ക്രോമസോം അലൈൻ ദാറ്റ് ഇക്വേറ്റർ. എന്താ വ്യത്യാസം? നേരത്തെ മെറ്റാഫേസുമായിട്ട് എന്താ വ്യത്യാസം? നേരത്തെ മെറ്റാഫേസില് എങ്ങനെയാ? ഒരു സെൻട്രോമിയറിന്റെ മുകളിൽ 2 സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെയോ ഒരു സെൻട്രോമിയറിന്റെ മുകളിൽ ഒറ്റൊരു സ്പിൻഡിൽ ഫൈബർ, അടുത്തതിന്റെ മുകളിൽ ഇങ്ങനെ. സോ ദിസ് ഇസ് മെറ്റാഫേസ് 1. മെറ്റാഫേസ് 2-ലോ എന്ത് സംഭവിക്കും? സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരേ സാധനത്തിന്റെ മുകളിൽ 2 ആള് വലിക്കുമ്പോഴാണ് സ്പ്ലിറ്റ് ആവുക. ഇവിടെ ഒന്നിന്റെ മുകളിൽ ഒരാളെ അറ്റാച്ച് ചെയ്യുന്നുള്ളൂ. സോ അനാഫേസില് 2 പേരും ഓപ്പോസിറ്റ് പോളിലോട്ടേക്ക് പോകുന്നു. ഓക്കെ, രണ്ടുപേര് ഓപ്പോസിറ്റ് പോളിലോട്ടേക്ക് പോകുന്നു. ഇതാണ് അനാഫേസ് 1. അടുത്തത് ടീലോഫേസ് 1. ടീലോഫേസ് 1-ൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ടീലോഫേസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? പ്രോഫേസിനെ നേരെ തിരിച്ചല്ലേ? ക്രോമസോം കണ്ടൻസ് ചെയ്തത് ഡീകണ്ടൻസ് ചെയ്യുന്നു. 2 ഡീകണ്ടൻസ് ചെയ്യുന്നു. ന്യൂക്ലിയർ മെംബ്രെയിൻ, ഇന്റർപ്ലാസ്മിക് സാധനങ്ങളൊക്കെ റീഅപ്പിയർ ചെയ്യുന്നു. ഓരോന്നിലും ഹാഫ് നമ്പർ ഓഫ് ക്രോമസോം. ആഫ്റ്റർ മിയോസിസ് 1 കഴിഞ്ഞു. ഹാഫ് നമ്പർ ഓഫ് ക്രോമസോം ആയിരുന്നു അല്ലെ? നേരത്തെ 4 വെച്ച് നമ്മൾ കളി തുടങ്ങിയത്. എത്രയോ? ഓരോന്നിലും 2 ആയി. ഓക്കെ, സോ മിയോസിസ് 1. ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി ഇത് എന്ത് നടക്കണം? സൈറ്റോകൈനസിസ് നടക്കണം. അതായത് സൈറ്റോകൈനസിസ് 1 ഫെറോ ഫോം ചെയ്യും. 2 സെല്ല് സെപ്പറേറ്റഡ് ആവും. ഒരു സെല്ല് 2 സെല്ലായി. അപ്പൊ മിയോസിസ് 1 എന്ന് വെച്ചാൽ പ്രോഫേസ് 1, അനാഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. മിയോസിസ് 1 കഴിഞ്ഞു. 1 കഴിഞ്ഞാൽ അടുത്ത എന്ത് നടക്കും? സൈറ്റോകൈനസിസ് നടക്കും. ഓക്കെ, അപ്പൊ 2 സെല്ലുകൾ ഉണ്ടായി. ഓരോന്നിലും ഹാപ്ലോയിഡ് നമ്പർ ക്രോമസോം. നേരെ പകുതി റിഡക്ഷൻ ഡിവിഷൻ നടന്നു അല്ലെ? 4 2 ആയിട്ട് മാറി. ഇനി എന്താ? ടീലോഫേസ് 1-ല് 2 സെല്ല് ഉണ്ടായില്ലേ? ഇനി ഞാന് ഏതെങ്കിലും ഒരു സെല്ല് വെച്ചിട്ടാണ് ഇനി തുടങ്ങുന്നത്. 2നും സെയിം സാധനം നടക്കും. ഒറ്റ ഒന്നാ വെച്ചാണ് ഞാൻ എന്റെ പരിപാടി തുടങ്ങുന്നത്. അപ്പം ഫസ്റ്റ് സെല്ലാണ് വെച്ചു ഈ സെല്ല്. അങ്ങനെയാണ്. ഓക്കെ, ഇനി ഈ സെല്ല് എങ്ങോട്ടേക്ക് കടക്കും? ടീലോഫേസ് 1 കഴിഞ്ഞാൽ സൈറ്റോകൈനസിസ് കഴിഞ്ഞു. മിയോസിസ് 2 അല്ലേ? മിയോസിസ് 2 ആദ്യം ചെയ്തതാ പ്രോഫേസ് 2. പ്രോഫേസ് 2-ല് എന്തായിരുന്നു സംഭവിക്കുക മക്കളെ? പറ, എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് എന്നാ ഓർമ്മയിൽ വരണം? പ്രോഫേസ് 2 ആവുമ്പോൾ ക്രോമസോം ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ചെയ്യുന്നു. ക്രോമസോം കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സെൻട്രോമിയർ മൂവിംഗ് ടു ഓപ്പോസിറ്റ് പോൾ. സെൻട്രോമിയർ മൂവിംഗ് ടു ഓപ്പോസിറ്റ് പോൾ. ഓക്കെ, 2-ലുണ്ട് സെൻട്രോമിയർ. സെൻട്രോമിയർ ഓപ്പോസിറ്റ് പോളിലോട്ടേക്ക് കടക്കുന്നു. എന്തെല്ലാം നടക്കുക ഇവിടെ? നമ്മളെ മറ്റേ സാധനം സിംഗിൾ ഫൈബർ ഫോം ചെയ്യുന്നു. പ്രോഫേസ് 2 കഴിയുമ്പോഴേക്ക് സ്പിൻഡിൽ ഫൈബർ ഫോം ചെയ്യുന്നു. 2 ക്രോമസോം ആണുള്ളത് അല്ലെ? ഓരോന്നിലും ഡബിൾ DNA ഉള്ള കാര്യം മറക്കരുത്. ഓരോന്നിലും ഡബിൾ DNA ഉണ്ട്. അതാണ് പ്രോഫേസ് 2. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാന്നറിയാമോ?
ഡബിൾ ഡി എന്നെ ഉള്ളത് എനിക്കൊന്ന് എന്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണേ. പ്രയാസം ഉണ്ടോ? സ്പ്ലിറ്റ് ആയതൊന്നല്ല, ഒന്നുമില്ല. ഇതാണ് സിംഗിൾ ഡി എൻ എ. ഡബിൾ ഡി എൻ ഇങ്ങനെ. അപ്പം ഇതും ഐഡന്റിക്കൽ അല്ലേ? ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു മാത്രം. ഓരോ ഡി എൻ എനെ ഓരോ ആമിലാക്കി രണ്ടാമാക്കി വരയ്ക്കുന്നു മാത്രം. വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഞാൻ അതിനിങ്ങനെ വരയ്ക്കാം. അടുത്തത് ഏതാ? മെറ്റാഫേസ് 2. ഏതാ? മെറ്റാഫേസ് 2. മെറ്റാഫേസ് 2 എന്താ സംഭവിക്കുക നിങ്ങൾ പറഞ്ഞേ? എല്ലാരും ഇക്വേറ്ററില് അലൈൻ ചെയ്യുന്നു. തന്നെ നമ്മൾ എവിടെയും പഠിച്ചായിരുന്നു? വെറും പ്രോഫേസും പഠിച്ചായിരുന്നു. പ്രോഫേസും വെറും മെറ്റാഫേസും പഠിച്ചായിരുന്നു. മെറ്റാഫേസും മെറ്റാഫേസ് 2 സെയിം അല്ലേ? മൈറ്റോസിസിന്റെ മെറ്റാഫേസ് തന്നെയാണ് ഇവിടെ. സോ ദിസ് ഈസ് മെറ്റാഫേസ് 2. നിങ്ങൾ പറ, അനാഫേസ് 2 എന്ത് സംഭവിക്കും? രണ്ടാന രണ്ട് സൈഡിലേക്ക് വിളിക്കുന്നു. സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവും. സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവും. മെറ്റാഫേസ് 1 സെൻട്രോമിയർ സ്പ്ലിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. മെറ്റാഫേസ് 2 ഒരു സെൻട്രോമിയറിന്റെ മുകളിലാണ് രണ്ട് സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവും. ഓപ്പോസിറ്റ് പോളിലോട്ടേക്ക് പോവും. This is anaphase 2. This is anaphase 2. Okay. അടുത്തത് മക്കളെ ടെലോഫേസ് 2 അല്ലേ? ടെലോഫേസ് 2 എന്ന് വെച്ചാൽ പ്രോഫേസിന്റെ നേരെ ഉൾട്ട. എന്താ സംഭവിക്കുക? ടെലോഫേസിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ടെലോഫേസ് എന്താ നടത്താം? ക്രോമസോമൽ. സോ അനാഫേസ് 2 ക്രോമസോം ഓപ്പോസിറ്റ് പോളിലോട്ടേക്ക് പോയി സെൻട്രോമിയർ സ്പ്ലിറ്റ് ആയി അല്ലേ? ഇനിയോ ഇപ്പൊ ഓരോന്നും ഡബിൾ ഡി എൻ എ ആണോ? ആണോ? അല്ല, ഡബിൾ ഡി എൻ എ ആയിരുന്നു. എപ്പോ വരെ? ഇപ്പൊ വരെ. ഇവിടുന്ന് ഇവിടെയും ഡബിൾ ഡി എൻ എ ആയിരുന്നു. സെൻട്രോമിയർ സ്പ്ലിറ്റ് ആയപ്പം ഓരോ ഡി എൻ എ ഓരോ സ്ഥലത്തോട്ടേക്ക് പോയി. ഇനി എന്താ സംഭവിക്കുന്നത് മക്കളെ? ഇതെന്തായിരുന്നു? പ്രോഫേസ് 2 അല്ലേ? സോറി, ടെലോഫേസ് 2 അല്ലേ? ടെലോഫേസ് 2 എന്ന് വെച്ചാൽ ക്രോമസോം അഗെയിൻ ഡീകണ്ടൻസ് ചെയ്യുന്നു. നമ്മുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ പോകുന്നു. ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ പിന്നെയും ഫോം ചെയ്യുന്നു അല്ലേ? ഡീകണ്ടൻസ് ചെയ്യുന്നു. റൈറ്റ്? സോ ദിസ് ഈസ് ടെലോഫേസ് 2. പഴയതുപോലെ. ഇനി സൈറ്റോകൈനസിസ് 2 നടക്കും. ദാറ്റ് മീൻസ് ഫെറോ ഫോം ചെയ്യും. ഫെറോ ഡീപ്പൻ ചെയ്യുന്നു. ക്ലീവേജ് ഫെറോ ഡീപ്പൻ ചെയ്യുന്നു. രണ്ട് അറ്റത്തുനിന്ന് സെന്ററിലോട്ടേക്ക് ഡീപ്പൻ ചെയ്യുന്നു. രണ്ട് സെല്ലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു സെല്ലിൽ നിന്ന് രണ്ടെണ്ണമായി. അങ്ങനെ എത്ര സെല്ല് നേരത്തെ ഫോം ചെയ്തു? 2 സെല്ല് ഫോം ചെയ്തു. അപ്പം രണ്ടെണ്ണത്തും കൂടെ 4 സെല്ലാവും. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ മിയോസിസ് 1 കഴിഞ്ഞിട്ട് 2 സെല്ലല്ലേ ഫോം ചെയ്തേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ ഒരു സെല്ല് വെച്ചാ വരയ്ക്കുന്നത്. ഒരു സെല്ലിന് 2 വരച്ചു. അതേപോലെ രണ്ടാമത്തേലും ഇത് തന്നെ നടക്കും. അപ്പം ടോട്ടൽ 4 സെൽ. ഓരോന്നിലെയും ക്രോമസോം എന്താ? നമ്പർ എന്താ? 2 തന്നെ. അപ്പൊ നമ്മളെന്താ പറഞ്ഞേ? മിയോസിസ് 1 കഴിഞ്ഞാൽ ക്രോമസോം നമ്പർ നേരെ ഹാഫ് ആയി. ഹാഫായില്ലേ? 4 എന്നുള്ള 2 ആയി. 2 ആയി. മിയോസിസ് 2 കഴിഞ്ഞപ്പോൾ 2 എന്നുള്ളത് 2 തന്നെയാവുന്നേ അല്ലേ? 2 എന്നുള്ളത് 2 n. സോ അതുകൊണ്ടാണ് മിയോസിസ് 2 എന്ത് വിളിക്കുന്നത്? ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ മിയോസിസ് 2. ഓക്കെ, അപ്പൊ മിയോസിസും
മൈറ്റോസിസും എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. എല്ലാ ഒരു സ്റ്റേജിലും നടക്കുന്ന സ്റ്റെപ്സ് സെയിം ആണ്. ചെറിയ ഡിഫറൻസ് മാത്രം. നിങ്ങൾ ഓർമ്മിക്കേണ്ടത് എപ്പോഴും നമ്മുടെ ആ പ്രോഫേസ് 1-ലുള്ള 5 ഇവന്റ് ഇല്ലേ, അതാണ് എപ്പോഴും ചോദിക്കാറ്. ഏതൊക്കെയാണ് ചെല്ലാം? ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. ലെപ്റ്റോട്ടിനില് തിൻ ത്രെഡ് ഫോം ചെയ്യുന്നു. സൈഗോട്ടിനില് സിനാപ്സിസ്, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. വട്ട് സിനാപ്സിസ് അല്ലെങ്കിൽ സിന്തസിസ് എന്ന് വെച്ചാൽ എന്താ? പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. സോ ഹോമോലോഗസ് ക്രോമസോം by the formation of synaptonimal complex. Bivalent chromosome ഉണ്ടാകുന്നു, അഥവാ ടെട്രാഡ് ഫോം ചെയ്യാൻ തുടങ്ങുന്നു. പാക്കറ്റിനിൽ ടെട്രാഡ് ഫോർമേഷൻ ക്ലിയർലി വിസിബിൾ ആവുന്നു. ക്രോസിംഗ് ഓവർ ബിറ്റ്വീൻ non-sister chromatids of homologous chromosomes. That is known as recombination. The enzyme helps in recombination is known as recombinase, and the structure formed during recombination is known as recombination nodule. ഇത്രയും പോയിന്റ്സ് എവിടെ വേണം? പാക്കറ്റിൽ വേണം. അടുത്തേതാ? ഡിപ്ലോട്ടിൻ. ഡിപ്ലോട്ടിൻ സ്റ്റേജിലാണ് നമ്മുടെ കയാസ്മേറ്റ ഫോർമേഷൻ വൃത്തിയിൽ കാണുന്നത്. അത് ആ എക്സ് ഷേപ്ഡ് സ്ട്രക്ചറിനാണ് കയാസ്മേറ്റ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? കയാസ്മേറ്റ. അപ്പൊ നമ്മള് അവിടെ ക്രോസിംഗ് ഓവർ പറഞ്ഞില്ലേ? ക്രോസിംഗ് ഓവർ പറഞ്ഞപ്പം 2 നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ് തമ്മിൽ ക്രോസിംഗ് ഓവർ കഴിഞ്ഞു അല്ലേ? അപ്പം നോക്കോ, ഇതാണ് ഒരു ക്രോമസോം, ഇത് രണ്ടാമത്തെ ക്രോമസോം. രണ്ടു തമ്മിൽ വേർതിരിക്കാൻ ഞാൻ ഇതിനൊന്ന് ഷെയ്ഡ് ചെയ്യണേ. ഇവര് തമ്മിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത് അല്ലെ? അപ്പൊ ക്രോസിംഗ് ഓവർ നടക്കുന്ന വെച്ചാൽ രണ്ടുപേരും കൂടെ നോക്കോ. നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം തമ്മിലാണ് ക്രോസിംഗ് ഓവർ നടക്കുക. അല്ലെ? അങ്ങനെയല്ലേ ഉണ്ടാവുക ക്രോസിംഗ് ഓവറിൽ? അല്ലെ? ഇതിനെയാണ് റീകോമ്പിനേഷൻ വിളിക്കുക. അതിന്റെ എൻസൈം ആണ് റീകോമ്പിനേസ്. ഓക്കെ. ഇനി ക്രോസിംഗ് ഓവർ കഴിഞ്ഞു കഴിഞ്ഞാൽ പാക്കറ്റിൽ ക്രോസിംഗ് ഓവർ കഴിയും. ക്രോസിംഗ് ഓവർ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഫേസ് ഏതാ? ഡിപ്ലോട്ടിൻ അല്ലേ? ഓക്കെ. അപ്പൊ ഡിപ്ലോട്ടിൻ എത്തുമ്പോൾ എക്സ് ഷേപ്ഡ് നല്ല വൃത്തിയിൽ നമ്മൾ കയാസ്മേറ്റ് ഉണ്ടാവും. കയാസ്മേറ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമോ? അപ്പം ഇതാണ് ക്രോസിംഗ് ഓവർ. ഇതാണ് ഒരു നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്, ഇത് വേറെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്. ഇതിന്റെ ഇത്രയും സാധനം ഇത് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടാവും, ഇതിന്റെ ഇത്രയും സാധനം ഇത് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടാവും. നോക്കോ അപ്പം എങ്ങനെ ഉണ്ടാവുക? നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ആവുന്നില്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണേ കേട്ടോ. എവിടെയാണ് ഡൗട്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ട് ക്ലാസ്സിനെങ്കിൽ ഒരു മടിയും വിചാരിക്കാതെ എന്നെ കോണ്ടാക്ട് ചെയ്യണം. എന്നെ കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് വലിയ പാടൊന്നുമില്ലല്ലോ കേട്ടോ. ഇതിന്റെ ഭാഗം ആർക്ക് കിട്ടിയല്ലേ? കണ്ടാ, അതേപോലെ ഇതിനും ഇതിന്റെ ഭാഗം കിട്ടി. അതാണ് റീകോമ്പിനേഷൻ. സാധനം റീകമ്പൈൻ ചെയ്തു. ഓക്കെ. സോറി, ആലോചിക്കണം. ഇത് മാത്രല്ല, അതേപോലെ ഇതേപോലെ കമ്പൈൻ ഇവരും ചെയ്യും. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് അതുകൊണ്ടാണ് നമ്മള് കുട്ടികളില് ഗ്യാമറ്റ് എന്താ പറയാ അച്ഛന്റെ അമ്മേന്റെയും കൂടെ കോമ്പിനേഷൻ വരുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഹോമോലോഗസ് എന്ന് പറഞ്ഞാൽ ഒന്ന് അച്ഛന്റെന്ന് ഒന്ന് അമ്മേന്റെന്നാ. അച്ഛന്റെ അമ്മേന്റെയും കമ്പൈൻ ചെയ്തിട്ട് വരാൻ കാരണം
ഈ ഒരു റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട് കേട്ടോ. സോ എന്നാലേ വാരിയേഷൻ നടക്കുള്ളൂ. വാരിയേഷൻ നടന്നാലേ നമ്മുടെ എവല്യൂഷൻ ഒക്കെ എളുപ്പത്തിലാവുള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ പോട്ടെ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 45 അല്ലേ? യെസ്. 44 നമ്മൾ ചെയ്തു. The bivalent chromosome align on the equatorial plate. Bivalent chromosome align on the equatorial plate. ഏതായിരുന്നു? മെറ്റാഫേസ് 1 അല്ലേ? 44B. ഓക്കെ, അതെന്താ മെറ്റാഫേസ് 2 അല്ലാത്തത്? ബൈവാലന്റ് ക്രോമസോം ഒക്കെ എവിടെയാ? നമ്മുടെ മിയോസിസ് 1-ലാ. മിയോസിസ് 2-ലോട്ടേക്ക് വരും ബൈവാലന്റ് ക്രോമസോം ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. സോ ടെട്രാഡും സാധനങ്ങളൊക്കെ മിയോസിസ് 1-ലാണുള്ളത്. അപ്പൊ മെറ്റാഫേസ് 1-ലാണ് ബൈവാലന്റ് ക്രോമസോം അലൈൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സിസ്റ്റർ ക്രോമാറ്റിഡ്സ് remain associated at their centromere while homologous chromosomes separate. Sister chromatids remain associated at the centromere while homologous chromosome separated. എന്നുവെച്ചാൽ നമ്മുടെ അനാഫേസ് 1 നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അനാഫേസ് 1 അനാഫേസ് 1 ആണേ. അനാഫേസ് 1-ല് ഇങ്ങനെയാണ് ഉള്ളത്. ഇവിടെ സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. കാരണം എന്താ? സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല. കാരണം ഒരു സെൻട്രോമിയർ നമ്മൾ ഒരൊറ്റ ഇത് മാത്രം അറ്റാച്ച് ചെയ്തു. ഇത് അനാഫേസ് 1. ഇവിടെ നോക്കിക്കേ, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെൻട്രോമിയറിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹോമോലോഗസ് ക്രോമസോം ആണ് എന്തായത്? സെപ്പറേറ്റ് ആയത്. സോ ആൻസർ ഇസ് അനാഫേസ് 1. ഓക്കെ, അപ്പം NCERT വൃത്തിയിൽ വായിക്കാം, എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. NCERT ബൈ ഹാർട്ട് ആക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പിന്നെ പറയാൻ കാരണം അത് മാത്രമേ ചോദിക്കാറുള്ളൂ. അവര് നിങ്ങള് നന്നായി പഠിക്കുന്ന ഒരാൾ, അപ് ടു ഡേറ്റ് ആയി പഠിക്കുന്ന ഒരാളാണെങ്കിൽ സുഖമായി കിട്ടാൻ ആന്നേ ഉള്ളൂ. അത്രയും നിങ്ങൾക്ക് കുറെ ദിവസം ഉണ്ട് പോരാത്തതിന്. സോ നല്ല വൃത്തി തന്നെ പഠിച്ചു തുടങ്ങുക അല്ല പഠിക്കുക. ഓക്കെ, തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ കുറെ ആയിട്ട്. ഓക്കെ, എന്തായാലും സിമ്പിൾ ആയിരിക്കും എന്തായാലും ബയോളജി എക്സാം. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്താൽ എന്തായാലും കിട്ടും. ഓക്കെ, എസ്പെഷ്യലി റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർ നന്നായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് നല്ല ചാൻസ് ആണുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ഡേ വേറൊരു ചാപ്റ്റർ ആയിട്ട് വരുന്നവരെ ബൈ.